പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നലെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട മഞ്ജുഷയുടെ അപ്പീൽ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ വരികയുണ്ടായി. ആ കേസിൽ നവീൻ ബാബുവിൻ്റെ അഭിഭാഷകൻ നടത്തിയ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഞ്ജുഷ, അതായത് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ മാധ്യമങ്ങളിൽ വന്ന വിവരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വളരെ വിശദമായി ഒരു വീഡിയോ ഇന്നലെ ചെയ്തിരുന്നു. ഒരുപക്ഷെ പൊതുമണ്ഡലത്തിൽ ആ അത്തരമൊരു ഡയമെൻഷനിൽ ഒരു വീഡിയോ ചെയ്തത് ഞാൻ മാത്രമായിരിക്കും എന്നാണ് ഞാൻ അവകാശപ്പെടുന്നത്. വളരെയേറെ മനോവ്യഥ അനുഭവിച്ചാണ് യഥാർത്ഥത്തിൽ ഇന്നലെ ഞാൻ ആ വീഡിയോ ചെയ്തത്. ആ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത് മഞ്ജുഷ നവീൻ ബാബുവിനെ മാത്രമല്ല പൊതുമണ്ഡലത്തെയും വഞ്ചിച്ചു, ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. എന്തായിരുന്നു ആ വീഡിയോ അങ്ങനെ ചെയ്യാനുള്ള കാരണം? നമുക്കറിയാം, നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷിക്കണം എന്ന ആവശ്യവുമായിട്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിൽ ചെല്ലുന്നത്. ആ ബെഞ്ച് ഈ കഴിഞ്ഞ ജനുവരി 6-ാം തീയതി ആ കേസിൽ CBI അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, പോലീസ് അന്വേഷണം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിധി പ്രഖ്യാപിച്ചു. ആ വിധിക്കെതിരെ മഞ്ജുഷ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ചെന്നു. സിംഗിൾ ബെഞ്ചിൽ കൗസർ എടപ്പകത്ത് എന്ന് പറഞ്ഞ ന്യായാധിപനായിരുന്നുവെങ്കിൽ ഡിവിഷൻ ബെഞ്ചിൽ PB സുരേഷ് കുമാറും ജോബിൻ സെബാസ്റ്റ്യനും അടങ്ങുന്ന 2 ന്യായാധിപന്മാരാണ് ആ കേസ് കേട്ടത്. ഫെബ്രുവരി 6-ാം തീയതി ആ കേസ് കേട്ടു. ആ കേസ് കേട്ടതിനെ തുടർന്ന് അത് വിധി പറയാൻ വേണ്ടി ആ കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഹൃദയഭേദകമായിട്ടുള്ള ഒരു തീരുമാനം മഞ്ജുഷയുടെ ഭാഗത്തു നിന്ന് കോടതിയിൽ അവതരിപ്പിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് മഞ്ജുഷ നവീൻ ബാബുവിനെ മാത്രമല്ല മഞ്ജുഷയെ പിന്തുണച്ച പൊതുമണ്ഡലത്തെയും വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു. വ്യാപകമായി ആളുകൾ കാണുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു. സുഹൃത്തുക്കളെ, എനിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എനിക്ക് ഇന്ന് വീണ്ടും ഈ വീഡിയോ ചെയ്യേണ്ടി വന്നത്. ഞാൻ ഇന്നലെ ആ വീഡിയോയിൽ പറഞ്ഞത് നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷിക്കണം എന്നാണ് സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിൽ കാര്യകാരണസഹിതം മഞ്ജുഷ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഏതാണ്ട് അതേ കാര്യങ്ങൾ തന്നെയാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലും മഞ്ജുഷ അവതരിപ്പിച്ചത് എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മഞ്ജുഷ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലും ചെന്നത്. എന്നാൽ ഇന്നലെ വന്ന ഞെട്ടിക്കുന്ന വാർത്ത CBI അന്വേഷണം ഇല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് എങ്കിലും അന്വേഷിക്കണം എന്ന് മഞ്ജുഷ പറഞ്ഞതായിട്ടാണ് ഇന്നലെ വാർത്ത വന്നത്. ക്രൈംബ്രാഞ്ചിലെ ഒരു മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ള ആവശ്യം മഞ്ജുഷ ഉന്നയിച്ചു എന്നുള്ള വാർത്തയാണ് ഇന്നലെ വന്നത്. ഇന്നിപ്പോൾ അത് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തും വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് ചെയ്ത വാർത്ത ഞാൻ ഒന്ന് വായിക്കാം. അതായത് CBIയോ ക്രൈംബ്രാഞ്ചോ അന്വേഷിക്കണമെന്ന് ഭാര്യ, ഇതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണം സംബന്ധിച്ച് CBI അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. സർക്കാർ അതിനെ എതിർത്തില്ല. തുടർന്ന് ജസ്റ്റിസ് PB സുരേഷ് കുമാറും ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവർ ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് അപ്പീൽ ഉത്തരവിനായി മാറ്റിവെച്ചു. ഇതാണ് ഒന്ന വാർത്ത. അപ്പോൾ അത് എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൃദയഭേദകമായിരുന്നു. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഈ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ ഏതാണ്ട് 50-ലധികം വീഡിയോകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തു. എന്ന് മാത്രമല്ല, ആ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ എനിക്കുണ്ടായിരുന്ന ഊർജം എന്ന് പറയുന്നത് ഏതറ്റം വരെയും ഈ കേസിൽ സത്യം തെളിയാൻ വേണ്ടി പോകും എന്നുള്ള നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെ ആ പരസ്യ പ്രസ്താവനയായിരുന്നു. അതായിരുന്നു എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരുടെ ഊർജം. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്, നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഏതറ്റം വരെയും പോകും എന്ന് പറഞ്ഞാൽ
ആദ്യം സിംഗിൾ ബെഞ്ചിൽ പോവും, അവിടെ തിരിച്ചടിയേറ്റാൽ ഡിവിഷൻ ബെഞ്ചിൽ പോവും, ഡിവിഷൻ ബെഞ്ചിൽ തിരിച്ചടിയേറ്റാൽ സുപ്രീം കോടതിയിൽ പോകും. ഇതാണല്ലോ നമ്മൾ മനസ്സിലാക്കുക. അതായത് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഏതറ്റം വരെ, അതായത് സുപ്രീം കോടതി വരെ പോകും എന്നാണല്ലോ നമ്മൾ അത് മനസ്സിലാക്കുക. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് മഞ്ജുഷയുടെ ഈ സമരത്തിന് പൊതുപ്രവർത്തകനായിട്ടുള്ള എന്നെപ്പോലുള്ള ആളുകൾ ഇത്ര അതിശക്തമായ പിന്തുണ കൊടുത്തുകൊണ്ട് മുന്നിൽ തന്നെ നെഞ്ചി വിരിച്ച് നിന്നത്. പക്ഷെ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരെ ഈ പറഞ്ഞ പോലെ ഞെട്ടിക്കുന്ന ഒരു തീരുമാനമാണ് മഞ്ജുഷയുടെ ഭാഗത്തു നിന്ന് വന്നതായി ഇന്നലെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് മഞ്ജുഷ ഇന്നലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ വ്യക്തമാക്കിയത് CBI അന്വേഷണം അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും മതി എന്നാണ്. അത് കേട്ടപ്പോഴാണ് ഞങ്ങളുടെയൊക്കെ ഈ പറഞ്ഞ പോലെ ചങ്ക് പൊളിഞ്ഞു പോയത്, ഞങ്ങളുടെയൊക്കെ ഹൃദയം പൊട്ടിപ്പോയത് ആ വാർത്ത കേട്ടപ്പോഴാണ്. അതായത് CBI അന്വേഷണം എന്ന് പറയുന്ന ആവശ്യത്തിൽ നിന്ന് മഞ്ജുഷ പിന്നോട്ട് പോകുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ മതി എന്ന് പറയും. എന്ത് ക്രൈംബ്രാഞ്ചാണ് ഈ ക്രൈംബ്രാഞ്ച്? ഈ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഏറ്റവും അവസാനമായി ചർച്ച ചെയ്യപ്പെട്ടത് എവിടെയാണ്? പെരിയ കേസിലല്ലേ? പെരിയ കേസിൽ മുഴുവൻ പ്രതികളെയും രക്ഷിക്കുന്ന സമീപനമല്ലേ ക്രൈംബ്രാഞ്ച് എടുത്തതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ മുന്നിലൊക്കെ വേറെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അവസാനം കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും മാതാപിതാക്കൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ആ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ പാടില്ല, CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അതിനെതിരെ ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് സർക്കാർ സുപ്രീം കോടതിയിൽ പോയി. അവിടെയും ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണ്ട, CBI അന്വേഷണം മതി എന്ന് വന്നു. CBI കേസ് അന്വേഷിച്ചു. എത്രയോ പേരെ ആണ് ആ കേസിൽ ശിക്ഷിച്ചത്. അപ്പോൾ അവിടെ ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള CPMൻ്റെ പേരിൽ ഈ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ പ്രതികളെ എല്ലാവരെയും രക്ഷിക്കുന്ന നിലയിലുള്ള ഏറ്റവും ഈ പറഞ്ഞ നാണം കെട്ട അന്വേഷണമല്ലേ സുഹൃത്തുക്കളെ ക്രൈംബ്രാഞ്ച് ആ കേസിൽ നടത്തിയത്? 2 പേരെ കൊന്ന കേസാണ്, 2 ചെറുപ്പക്കാരെ, കൃപേഷ് ശരത്ലാൽ. അപ്പം അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിൽ പ്രതികളെ സംരക്ഷിക്കുന്ന രീതിയിൽ, കൊലപാതകളെ സംരക്ഷിക്കുന്ന രീതിയിൽ CPMന് അനുകൂലമായി അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിക്കണം എന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ തന്നെ പറയുമ്പോൾ അതിനപ്പുറത്ത് ചങ്ക് പൊട്ടാൻ വേറെ എന്ത് വേണം സുഹൃത്തുക്കളെ? എന്ത് വേണം? പിന്നെ പോലുള്ള പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഒരു നേട്ടവും കിട്ടാനില്ല. നവീൻ ബാബുവിൻ്റെ ബന്ധുവല്ല, ആരുമല്ല. നവീൻ ബാബുവിൻ്റെ ഭാര്യ നവീൻ ബാബുവിന് വേണ്ടി സമരം ചെയ്യുന്നത് നവീൻ ബാബുവിൻ്റെ ഭാര്യയാണ്. പക്ഷേ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ, പൊതുസമൂഹത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ്, ഒരു കോസിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് പേരിലല്ലേ സുഹൃത്തുക്കളെ ഞങ്ങളിതൊക്കെ ചെയ്യും. ഞങ്ങളൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ യുദ്ധത്തിന് നേതൃത്വം നൽകുന്ന കമാൻഡർ പിന്തിരിഞ്ഞോടുന്ന ഒരു സ്ഥിതിയായിപ്പോയില്ലേ? വിവസ്ത്രരായിപ്പോയില്ലേ? ഞങ്ങൾ നാണം കെട്ട് പോയില്ലേ? അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞ പോലെ അതിശക്തമായി ഞാൻ ഇന്നലെ ഈ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തത്. ലജ്ജാകരം എന്നാണ് ഞാൻ വിശേഷിപ്പിച്ചത്. ആ വീഡിയോ വ്യാപകമായ ആളുകൾ കാണുകയും. പക്ഷേ സുഹൃത്തുക്കൾ, ആ വീഡിയോ ചെയ്തതിന് ശേഷം ആണ് ചില കാര്യങ്ങൾ ഞാൻ വിശദമായി മനസ്സിലാക്കുന്നത്. ആ കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അത് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ, ഞെട്ടിക്കുന്ന, അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഇന്നലെ ഞാൻ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതെന്താണെന്ന് ചോദിച്ചാൽ, മഞ്ജുഷ എന്ന് പറയുന്ന നവീൻ ബാബുവിൻ്റെ ഭാര്യ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്നാണ് എനിക്ക് ഇന്നലെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത് നവീൻ ബാബുവിൻ്റെ ഭാര്യ സമര പോരാട്ടം അവസാനിപ്പിച്ചു, പിണറായി വിജയന് കീഴടങ്ങി എന്നൊക്കെയുള്ള ശക്തമായ നിലപാടുകൾ ഞാൻ എടുത്തിരുന്നു. പക്ഷേ എനിക്ക് ഇന്നലെ രാത്രി ഞെട്ടലോടുകൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, മഞ്ജുഷ വഞ്ചിക്കപ്പെട്ടു എന്നാണ്. മഞ്ജുഷയെ ആരൊക്കെയാണ് വഞ്ചിക്കപ്പെട്ടത് എന്നുള്ളതൊക്കെ നമ്മളിനി പരിശോധിക്കേണ്ടി വരും. എങ്ങനെയാണ് മഞ്ജുഷ വഞ്ചിക്കപ്പെട്ടതെന്നറിയാമോ? മഞ്ജുഷയ്ക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഇന്നലെ ഹാജരായ സീനിയർ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് S. ശ്രീകുമാർ എന്ന് പറയുന്ന അഭിഭാഷകൻ മഞ്ജുഷയുടെ അനുവാദമില്ലാതെയാണ് CBI അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ആയാലും അന്വേഷിച്ചാൽ മതി എന്ന് കോടതിയിൽ പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയ സുഹൃത്തുക്കൾ. കാര്യം വെച്ചാൽ വസ്തുനിഷ്ഠമായി ഞാൻ മനസ്സിലാക്കി. അതായത്
CBI അന്വേഷണം വേണം എന്നുള്ള ആവശ്യമാണ് ശക്തമായി അവരുടെ അപ്പീലിലുമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പീലിൽ ഒരു സ്ഥലത്തും ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോൾ അപ്പീലിലില്ലാത്തൊരു പ്രയർ മഞ്ജുഷയുടെ അനുവാദമില്ലാതെ ഈ എസ് ശ്രീകുമാർ ഇന്നലെ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു എന്നാണ് എനിക്ക് വളരെ ആധികാരികമായി എനിക്ക് അറിയാൻ. മഞ്ജുഷയുടെ അറിവ് ഇല്ലാതെയാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ മഞ്ജുഷ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ വിഷയം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ മഞ്ജുഷയ്ക്കെതിരായി നടത്തിയ പരാമർശങ്ങളിൽ ഞാൻ നിരുപാധികം മഞ്ജുഷയോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. കാരണം ഇന്നലെ എനിക്കുണ്ടായ ഒരു മാനസിക വിക്ഷോഭത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നലെ ഇത് ചെയ്തത്. സ്വാഭാവികമായി ഞാനെന്നല്ല ആരും അങ്ങനെ ചെയ്യൂ. കാരണം മഞ്ജുഷ ആവശ്യപ്പെട്ടു എന്നാണല്ലോ വന്നിരിക്കുന്നത്. ഇന്നത്തെ പത്രത്തിലും മഞ്ജുഷ ആവശ്യപ്പെട്ടു എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ ചെയ്യാനെന്ന് തോന്നി. പക്ഷേ ഇന്നലെ അതിൻ്റെ ആഴത്തിലേക്ക് കടന്നു എന്ന് പരിശോധിച്ചപ്പോഴാണ് മഞ്ജുഷ വഞ്ചിക്കപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. മഞ്ജുഷയുടെ അനുവാദമില്ലാതെ മഞ്ജുഷ ആവശ്യപ്പെടാത്ത ഒരു കാര്യം മഞ്ജുഷയുടെ അഭിഭാഷകനായി ഹൈക്കോടതിയിൽ ചെന്ന എസ് ശ്രീകുമാർ ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പാകെ ആവശ്യപ്പെട്ടു എന്നുള്ള അതിഭീകരമായിട്ടുള്ള ഒരു വിവരമാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ പറയാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീകുമാറിൻ്റെ വാദഗതി എന്ന് പറഞ്ഞാൽ കോടതി വളരെ ഹോസ്റ്റൈലായിരുന്നു. കോടതി വളരെ ഹോസ്റ്റൈലായതുകൊണ്ട് CBI അന്വേഷണം അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചെങ്കിലും മതി എന്ന് പറയേണ്ടി വന്നു എന്നാണ് ശ്രീകുമാറിൻ്റെ വാദഗതി എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കോടതി ഹോസ്റ്റൈലാവോ അല്ലേ എന്നുള്ളതൊക്കെ അതിൻ്റെ ശരിതെറ്റുകളൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷേ കോടതി എത്ര ഹോസ്റ്റൈലായാലും തൻ്റെ കക്ഷിയുടെ പ്രയർ, തൻ്റെ കക്ഷിയുടെ ആവശ്യം അതിശക്തമായി കോടതികളുടെ മുന്നിൽ ആവശ്യപ്പെടുക എന്നുള്ളതല്ലേ ഒരു അഭിഭാഷകൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം മറന്നുകൊണ്ടല്ല, ആ ഉത്തരവാദിത്വം നടപ്പിലാക്കാതെ പ്രതികൾക്ക് അനുകൂലമാകാവുന്ന ഒരു കാര്യം ഇന്നലെ മഞ്ജുഷയെ ചതിച്ചുകൊണ്ട്, മഞ്ജുഷയെ മുച്ചൂടും ചതിച്ചുകൊണ്ട് അവരുടെ അഭിഭാഷകൻ എസ് ശ്രീകുമാർ ഇന്നലെ ഹൈക്കോടതി മുമ്പാകെ പറഞ്ഞിരിക്കുക. ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നു? ക്രൈംബ്രാഞ്ച് അന്വേഷണം മതി, ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നുള്ള ആവശ്യത്തെ സർക്കാർ പോലും എതിർത്തില്ല. അപ്പോൾ വിധി പറയാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഡിവിഷൻ ബെഞ്ചിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ എന്താണ്, മഞ്ജുഷ ബോധ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം മതി എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് CBI അന്വേഷണം? അതുകൊണ്ട് എന്താണ് വരാൻ പോകുന്നുള്ളത് ഉറപ്പാണല്ലോ, ക്ലിയർ ആണല്ലോ. ഒരു ഫെയ്റ്റ് അക്കംപ്ലി അല്ലേ അത്. അപ്പോൾ അതുകൊണ്ട് ശ്രീകുമാർ എന്ന് പറയുന്ന ഈ സീനിയർ അഭിഭാഷകൻ മഞ്ജുഷ എന്ന് പറയുന്ന നവീൻ ബാബുവിൻ്റെ ഭാര്യയെ അടിമുടി വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഇനി എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ശ്രീകുമാർ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തത് ആകസ്മികമായി ഉണ്ടായ ഒരു സംഭവമല്ല എന്നാണ്. അദ്ദേഹം അത് ആകസ്മികമാണ് എന്ന് പറയാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതി ഹോസ്റ്റൈലായപ്പോൾ ഇങ്ങനെ പറയേണ്ടി വന്നു. ഒന്നും തെറ്റാണ്, അതൊന്നും ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ളത് ശരിയാണെങ്കിൽ അത് വളരെ ഇൻഅഡ്വർട്ടൻ്റായി പോയി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രീകുമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അയാൾ അങ്ങനെ ചെയ്യുന്നില്ല. അയാൾ ഒരു ചതിയനാണ്. അയാൾ ചതി അയാളുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാക്കി മാറ്റിയ ഒരു അഭിഭാഷകനാണെന്നുള്ളൊരു തെളിവാണ് ഇനി എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ 2018 അട്ടപ്പാടിയിൽ നടന്ന ആദിവാസി ആയിട്ടുള്ള മധുവിൻ്റെ കൊലക്കേസ്, ആ ദുരഭിമാന കൊല. ആ കൊലക്കേസ് 2018 നടന്നു. 2013 ആയപ്പോഴത്തേക്ക് കുറച്ച് പേരെ ശിക്ഷിച്ചു. അവർക്കൊന്നും കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടിയില്ല. ചില്ലറ കുറ്റങ്ങളാണ് അവർക്ക് വേണ്ടി അവരുടെ മേൽ ആരോപിക്കപ്പെട്ടത്. അതുപോലെ തന്നെ 4 മുതൽ 11 വരെ പ്രതികളെ വെറുതെ വിട്ടു. അങ്ങനെ ആ കേസ് ശിക്ഷിക്കപ്പെട്ടു. ആ ശിക്ഷിക്കപ്പെട്ട കേസുകൾക്കെതിരെ മധുവിൻ്റെ അമ്മയായിട്ടുള്ള മല്ലി അവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അപ്പീലുകൾ ഹൈക്കോടതിയിൽ നിലനിൽക്കുകയാണ്. നമുക്കറിയാമല്ലോ, കേസ് നടക്കുന്ന സമയത്ത് അഭിഭാഷകർ പ്രോസിക്യൂട്ടർമാർ പലരും ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഏതാണ്ട് 4ഓളം പ്രോസിക്യൂട്ടർമാരെ മാറ്റേണ്ടി വന്നു. അവസാനം 4ാമത്തെ പ്രോസിക്യൂട്ടറാണ് വാദിച്ച് അതിന് കുറേ പേർക്കെങ്കിലും ശിക്ഷ മേടിച്ചു കൊടുത്തു. അതിൻ്റെ അപ്പീലുകൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ 2023 അപ്പീലുകൾ ഹൈക്കോടതിയിൽ കിടക്കുകയാണ്. ആ അപ്പീലുകൾ ഹൈക്കോടതിയിൽ കിടക്കുമ്പോൾ ഹൈക്കോടതിയിൽ ഈ കേസിൽ ഇമ്പാർഷ്യലായിട്ടുള്ള പ്രോസിക്യൂഷൻ നടത്തുന്നതിന് വേണ്ടി
ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെയും രണ്ട് അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരെയും നിയമിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കൊല്ലപ്പെട്ട മധുവിൻ്റെ അമ്മ മല്ലി അവർ ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുത്തു. ആ കത്ത് 3/5/2023 കൊടുത്തു. ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും 2 അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറെയും നിയമിക്കാൻ ശുപാർശ നടത്താനുള്ള അനുവാദം തനിക്ക് തരണം എന്നും പറഞ്ഞ ഒരു ചീഫ് സെക്രട്ടറിക്ക് കത്ത് കൊടുത്തു. അതിൽ 2 പേരുടെ പേരും അവർ പറഞ്ഞു. ഒന്ന് അഡ്വക്കേറ്റ് PV ജിവീഷ്, 2 രാജേഷ് M മേനോൻ. അവർ 2 പേരെയും ഇവർ പ്രോസിക്യൂട്ടർമാരെ നിയമിച്ചതെന്ന് പറഞ്ഞാൽ അവർ വിശ്വാസയോഗ്യമായ, അവരെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന, അവരെ ആർക്കും വിലയ്ക്ക് മേടിക്കാൻ കഴിയാത്ത 2 അഭിഭാഷകരായതുകൊണ്ടാണ് അഡ്വക്കേറ്റ് PV ജിവീഷിൻ്റെയും അഡ്വക്കേറ്റ് രാജേഷൻ മേനോൻ്റെയും പേര് മല്ലി ചീഫ് സെക്രട്ടറിക്ക് കത്തിലൂടെ കൊടുത്തു. പക്ഷേ അതിന്മേൽ നടപടിയൊന്നും ഉണ്ടായില്ല. ആ നടപടി സർക്കാർ അതെടുക്കാതിരുന്നതിനാൽ മല്ലി എന്ത് ചെയ്തു? മധുവിൻ്റെ ആയിട്ടുള്ള മല്ലി ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയെ സമീപിച്ചിട്ട് പറഞ്ഞു, ഇതിൽ ഇമ്പാർഷ്യൽ പ്രോസിക്യൂഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഇന്ന ആളുകൾ ഈ ജിവീഷിനെയും രാജേഷൻ മേനോനെയും പ്രോസിക്യൂട്ടർമാരെ നിയമിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഹൈക്കോടതിയിൽ പോയി. ആ കേസ് അവരേൽപ്പിച്ചത് ഇതേ സീനിയർ അഡ്വക്കേറ്റായിട്ടുള്ള S ശ്രീകുമാറിനെ ആയിരുന്നു. അതായത് ഈ 2 പേരെയും പബ്ലിക് പ്രോസിക്യൂട്ടർമാരായി, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്നുള്ള മധുവിൻ്റെ അമ്മ മല്ലിയുടെ ആവശ്യം ഹൈക്കോടതിയിൽ അവതരിപ്പിക്കാൻ ഈ മധുവിൻ്റെ അമ്മ മല്ലി അഭിഭാഷകനായി ഏൽപ്പിച്ചത് S ശ്രീകുമാറിനെ ആയിരുന്നു. ആ S ശ്രീകുമാർ അവിടെ കോടതിയിൽ ഹാജരായി. കോടതിയിൽ ഹാജരായിട്ട് ഇയാൾ എന്താ ചെയ്തതെന്നറിയാമോ? ഇതുപോലെ തന്നെ അയാൾ ഈ ജിവീഷിനെയും ഈ രാജേഷൻ മേനോനെയും പ്രോസിക്യൂട്ടർമാരാക്കണമെന്നുള്ള മധുവിൻ്റെ അമ്മ മല്ലിയുടെ ആവശ്യം കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് പകരം അയാൾ എന്ത് ചെയ്തു? KP സതീശൻ എന്ന് പറയുന്ന മറ്റൊരു അഭിഭാഷകന്, ഒരു സീനിയർ അഭിഭാഷകന് പിന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കാൻ അയാൾ നീക്കം നടത്തി. ഈ KP സതീശനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അറിയാം, ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളതാണ്. ജോമം പുത്തമ്പുരയ്ക്കലൊക്കെ തന്നെ അഭയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു അഭിഭാഷകനാണ് ഈ KP സതീശൻ. ആരോപണ വിധേയനാണ്, അവിടെ നിൽക്കട്ടെ. അപ്പോൾ മല്ലിയുടെ ആവശ്യം നടപ്പിലാക്കാൻ വേണ്ടി കേസേറ്റെടുത്ത S ശ്രീകുമാർ ആ ആവശ്യം നടപ്പിലാക്കുന്നതിന് പകരം KP സതീശൻ എന്ന് പറഞ്ഞ തനിക്കിഷ്ടപ്പെട്ടൊരു അഭിഭാഷകനെ ഈ കേസ് നടത്താൻ വേണ്ടിയിട്ട് നിയമിപ്പിക്കാൻ നീക്കം നടത്തി. സർക്കാരും അതിനൊപ്പം നിന്നു. അവസാനം സതീശൻ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിതനായി. അതിനെ തുടർന്ന് വലിയ വിവാദമുണ്ടായി. ആ വിവാദമുണ്ടായതിനെ തുടർന്ന് KP സതീശന് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത്, ഈ കേസിലെ മധു കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹത്തോട് ഈ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവണമെന്ന് S ശ്രീകുമാർ പറഞ്ഞുവെന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പറഞ്ഞുവെന്നും അഡീഷണൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ പറഞ്ഞുവെന്നും ഒക്കെ അദ്ദേഹം തന്നെ പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഇനി ഞാൻ എൻ്റെ പ്രേക്ഷകരെ കേൾപ്പിക്കാൻ പോവുകയാണ്. ആ ഓഡിയോ ക്ലിപ്പിൽ അയാൾ പറയുന്നുണ്ട്, ശ്രീകുമാർ ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തതെന്ന്. ഇനി നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം. ഇതിനിടയ്ക്ക് ഇവരുടെ കേസിൽ ഈ സ്ത്രീക്ക് വേണ്ടി അവിടെ ഹൈക്കോടതിയിൽ വക്കാലത്ത് ഫയൽ ചെയ്ത് ശ്രീകുമാർ വക്കീലാണ്. അദ്ദേഹം എന്നോട് ഒരു ദിവസം സമീപിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊരു കേസുണ്ട്, ഞങ്ങളെ ഒന്ന് സഹായിക്കണം, ഈ കേസ് സാർ ഏറ്റെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു സോറി. അത് കഴിഞ്ഞപ്പോൾ എന്നെ ADGP വിളിച്ചു, അഡീഷണൽ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ വിളിച്ചു. അത് കഴിഞ്ഞ് ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ വിളിച്ചു. ഷാജി എന്നോട് പറഞ്ഞു സാറേ ഒഴിയരുത്, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഞാൻ പറഞ്ഞു ശരി, ഇതൊന്ന് ഫയൽ കൊടുത്തുവിടാൻ പറഞ്ഞു. വൈകിട്ട് ഫയലൂടെ എത്തിച്ചു. ഫയൽ നോക്കിയപ്പോൾ അതിനകത്തൊരു കുറച്ച് ഇവർ ഈ മരണപ്പെട്ട പയ്യന്, അതായത് മധു എന്ന് പറഞ്ഞ പയ്യനും അവൻ്റെ കുടുംബത്തിനും പരിപൂർണമായി നീതി കിട്ടി എന്നൊരു തോന്നൽ എനിക്കുണ്ടായില്ല. ആ ഫയൽ നോക്കിയപ്പോൾ അതിനകത്ത് കുറേ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ദിവസം പറഞ്ഞു ശരി ഞാൻ ഏറ്റെടുത്തോളാം. അപ്പോൾ അവർ പറഞ്ഞൊരു കൺസെൻറ്റ് വേണം. ഞാൻ പറഞ്ഞു ശരി കൺസെൻറ്റ് തന്നേക്കാം. കൺസെൻറ്റ് കൊടുത്തു. അങ്ങനെയാണ് ഈ ഗവൺമെൻറ് ഓർഡർ ഇറങ്ങുന്നത്. സുഹൃത്തെ, ഈ ഓഡിയോയിൽ നിന്ന് കൃത്യമാണല്ലോ S ശ്രീകുമാർ നടത്തിയിട്ടുള്ള ഈ ചതി. മല്ലി എന്ന് പറയുന്ന മധുവിൻ്റെ അമ്മ അയാളെ കേസേൽപ്പിച്ചത് ഈ കേസിൽ അഡ്വക്കേറ്റ് PV ജിവീഷും രാജേഷ് M മേനോനും പ്രോസിക്യൂട്ടർമാരാകണം എന്ന ആവശ്യം ഹൈക്കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ അതിനു പകരം
ഈ മല്ലി എന്ന് പറയുന്ന കക്ഷി അറിയാതെ KP സതീശനെ നിയമിക്കാൻ എസ് ശ്രീകുമാർ നീക്കം നടത്തി. അയാളെ നിയമിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ ഇപ്പോൾ നടത്തിയതുപോലുള്ള ഒരു ചതി, വഞ്ചന അയാൾ ഈ മധു കൊലക്കേസിലും അയാൾ നടത്തി എന്നുള്ളതാണ്. സ്വാർത്ഥ താല്പര്യവും നിക്ഷിപ്ത താല്പര്യവും ഇല്ലെങ്കിൽ അയാളെ നടപ്പിലാക്കുമോ സുഹൃത്തുക്കളെ? സ്വാർത്ഥ താല്പര്യവും നിക്ഷിപ്ത താല്പര്യമില്ലായിരുന്നെങ്കിൽ മല്ലിയുടെ ആവശ്യമല്ലേ ഹൈക്കോടതിന് മുന്നിൽ ഉന്നയിക്കുകയുള്ളായിരുന്നു. അപ്പോൾ അവിടെയും അയാൾക്ക് സ്വാർത്ഥ താല്പര്യം നിക്ഷിപ്ത താല്പര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയുള്ള സ്വാർത്ഥ നിക്ഷിപ്ത താല്പര്യങ്ങൾ നവീൻ ബാബു കേസിലും ഉള്ളതുകൊണ്ടാണ് മഞ്ജുഷ ആവശ്യപ്പെടാത്ത ഒരു കാര്യം ഹൈക്കോടതിയിൽ എസ് ശ്രീകുമാർ അവതരിപ്പിച്ചതെന്ന് പറയുമ്പോൾ എത്ര ചതിയനും വഞ്ചകനുമാണ് എസ് ശ്രീകുമാർ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹൽക്കരായിട്ടുള്ള നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനും ചില കാര്യങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് എനിക്ക് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയോട് 2 കാര്യങ്ങൾ എനിക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പറയാനുണ്ട്. അതൊന്ന്, അടിയന്തരമായി ഇയാളിന്ന് വക്കാലത്ത് തിരിച്ചു മേടിക്കണം. കാരണം ഇപ്പോഴും ഇയാൾ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞ് അവരെ സമ്മതിപ്പിച്ച് നമുക്കത് മാറ്റി അവതരിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുകയാണെന്ന്. ഇനി ഒരു നിമിഷം പോലും എസ് ശ്രീകുമാറിനെ മഞ്ജുഷ അഭിഭാഷകനായി ഈ കേസിൽ നിലനിർത്തരുത് എന്നുള്ളതാണ് എൻ്റെ വാദം. രണ്ടാമത്തെ വാദം, ഇയാൾ ചതിച്ചു, ഇയാൾ വഞ്ചിച്ചു എന്ന് മഞ്ജുഷ ഒരു പരസ്യ പ്രസ്താവന ഇനി നടത്തണം എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ആവശ്യം. മൂന്നാമത്തെ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ആരാണ് എസ് ശ്രീകുമാറിനെ മഞ്ജുഷയുടെ അഭിഭാഷകനാക്കിയത്? അതിലാർക്കൊക്കെ പങ്കുണ്ട്? അത് പരിശോധിക്കപ്പെടണം. എസ് ശ്രീകുമാറിനെ മഞ്ജുഷയുടെ അഭിഭാഷകനാക്കിയതിൽ മഞ്ജുഷയുടെ ബന്ധുക്കൾക്കുൾപ്പെടെ പങ്കുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല. എങ്ങനെയാണ് ശ്രീകുമാർ ഈ അഭിഭാഷകനായി വന്നത്? ഇതുപോലൊരു ചതിയനായിട്ടുള്ള ഒരു അഭിഭാഷകൻ എങ്ങനെ മഞ്ജുഷയുടെ അഭിഭാഷകനായി എന്നുള്ള കാര്യവും കൂടി പരിശോധിക്കണം. കാരണം അതിൻ്റെ പുറകിലൊക്കെ ഗൂഢാലോചന എന്നുള്ള ഉറപ്പാണ്. CPM അതിൻ്റെ പുറകിലൊക്കെ പങ്കുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ കേസിൽ CBI അന്വേഷണം വരുന്നത് CPM ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് CPM ഇതിൻ്റെ പുറകിൽ കളിച്ചിട്ടുണ്ടാവും. ആ കളിയിൽ ആരൊക്കെ ഭാഗവാക്കുകളായി എന്നുള്ളതിനെ കുറിച്ചിട്ട് അന്വേഷിക്കേണ്ടതാണ്. മഞ്ജുഷ തന്നെ അത് അന്വേഷിക്കണം. ബന്ധുക്കൾക്കും അതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെ മഞ്ജുഷ അന്വേഷിക്കണം. അതുകൊണ്ട് മഞ്ജുഷയ്ക്ക് ഈ കാര്യത്തിൽ നീതി കിട്ടണം എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ, മഞ്ജുഷ ഈ പോരാട്ടത്തിൽ ആർജവത്തോടുകൂടി നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ശ്രീകുമാറിനെ അഭിഭാഷക സ്ഥാനത്ത് നിന്ന് മാറ്റുകയും തൻ്റെ ആവശ്യം CBI അന്വേഷണം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സത്യവാങ്മൂലം, ഒരു അഡീഷണൽ സത്യവാങ്മൂലം കോടതിയിൽ കൊടുക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം എനിക്ക് മഞ്ജുഷ എടുത്ത് സൂചിപ്പിക്കാനുള്ളത്, ഇനിയെങ്കിലും ഈ വിഷയം 2-3 പേര് ചർച്ച ചെയ്യാതെ ആർക്കൊക്കെയാണോ ഇതിനെക്കുറിച്ച് അറിവുള്ളത് അവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്യണം. പ്രഗത്ഭരായിട്ടുള്ള, ആർക്കും വിലക്കെടുക്കാൻ കഴിയാത്ത അഭിഭാഷകരെ ഇനിയെങ്കിലും നിയമിക്കാൻ വേണ്ടിയിട്ട് നീക്കം നടത്തണം എന്നാണ് എനിക്ക് മഞ്ജുഷയോട് പറയാനുള്ളത്. കാരണം ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പ്രഗത്ഭരായിട്ടുള്ള, ആരും വിലയ്ക്ക് വാങ്ങാത്ത അഭിഭാഷകരെ ഈ കേസിൽ ഏർപ്പാട് ചെയ്യാൻ ഞാൻ സഹായിക്കാമെന്ന് മഞ്ജുഷയോട് ഞാൻ നേരിട്ട് സൂചിപ്പിച്ചതാണ്. മഞ്ജുഷയുടെ ബന്ധുവായിട്ടുള്ള അനിൽ P. നായരോടും ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. സുപ്രീം കോടതി അഭിഭാഷകരുമായിട്ട് പോലും ഞാൻ സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ്, ചെയ്തില്ല. അതുകൊണ്ട് എന്നോട് സംസാരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇനിയെങ്കിലും ഈ കേസിൽ ശ്രീകുമാറിനെ മാറ്റി ആരും വിലക്കെടുക്കാത്ത ഒരു അഭിഭാഷകനെ നിയമിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇയാളുടെ ചതി പുറം ലോകത്തെ അറിയിക്കാൻ മഞ്ജുഷയ്ക്ക് ബാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഉടനടി ഇയാളെ നീക്കി കൊള്ളാവുന്ന ഒരാളെ കൊണ്ടുവരണം. അടുത്തതായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇയാൾ കാണിച്ചിട്ടുള്ള ഈ ചതിക്കെതിരെ മഞ്ജുഷ ബാർ കൗൺസിലിന് പരാതി നൽകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. കാരണം ഇത് അഡ്വക്കേറ്റ് ആക്ടിൻ്റെയും ഹൈക്കോർട്ട് ഓഫ് കേരളയിലെ ഡെസിഗ്നേഷൻ ഓഫ് സീനിയർ അഡ്വക്കേറ്റ് റൂൾസ് 2018 നഗ്നമായ ലംഘനമാണ് ഈ ശ്രീകുമാർ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തൻ്റെ ഈ കേസിൽ ഇയാൾ നടത്തിയ ചതിയും അതുപോലെ തന്നെ മധുവിൻ്റെ കൊലക്കേസിൽ ഇയാൾ നടത്തിയിട്ടുള്ള ചതിയുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഞ്ജുഷ ഇയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ബാർ കൗൺസിലിനെ സമീപിക്കും കൂടി ചെയ്യണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എനിക്ക് പൊതുമണ്ഡലത്തോട് ഏറ്റവും അവസാനമായി പറയാനുള്ളത്, ഇതാണിവിടെ നടക്കുന്ന ചതി, ഇതാണിവിടെ നടക്കുന്ന വഞ്ചന. CPM നടത്തുന്ന ചതിയും വഞ്ചനയും, CPM നടത്തുന്ന ക്രൂരമായിട്ടുള്ള കുടിലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളതിൻ്റെ ഒരു പുതിയ തെളിവാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏറ്റവും അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ആരാണ് ശ്രീകുമാറിനെ മഞ്ജുഷയുടെ വക്കീലാക്കുന്നതിന് പിന്നിൽ കളിച്ചത് എന്ന് കണ്ടുപിടിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ചുമതലയും മഞ്ജുഷയ്ക്കുണ്ട്.
അതിലാരൊക്കെ പങ്കാളികളായിട്ടുണ്ട്, ബന്ധുക്കൾ ഉൾപ്പെടെ എന്നാണ് ഞാൻ പറയുന്നത്. കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം മഞ്ജുഷയ്ക്കുണ്ട്. മഞ്ജുഷ അത് നിർവഹിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മഞ്ജുഷ ഈ അഭിഭാഷകനെതിരായിട്ട് പ്രസ്താവനയായിട്ട് വരാതിരിക്കുകയും ഈ അഭിഭാഷകൻ തുടരുകയും ചെയ്താൽ ഈ വിഷയത്തിൽ ഇനിയും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പച്ചയായി പൊതുമണ്ഡലത്തിന് മുന്നിൽ വിളിച്ചു പറയും എന്നുള്ള കാര്യം മഞ്ജുഷയോട് വളരെ വിനയത്തോടു കൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.